പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കെ സുധാകരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്. സുധാകരനെ ഡൽഹിയിൽ വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി. തിങ്കളാഴ്ച ഡൽഹിയിലെത്താൻ നിർദ്ദേശം. ഖാർഗെയുമായും സംസാരിക്കും. കെ സുധാകരനെ അനുനയിപ്പിക്കാൻ ഒരു നീക്കം തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. സുധാകരനെ ഡൽഹിയിലേക്കൊക്കെ വിളിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കെ സുധാകരൻ ഇപ്പോൾ ഒരു വൈകാരികമായ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയൊക്കെ വന്നിരിക്കുന്നത്. തിങ്കളാഴ്ച ഡൽഹിയിൽ എത്താനൊക്കെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഖാർഗെയുമായും സംസാരിക്കാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഇപ്പോൾ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് വിളിപ്പിച്ചിരിക്കുന്നത്. കെ സുധാകരൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വൈകാരികമായി ഇട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഖാർഗെയുമായും അദ്ദേഹം സംസാരിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തെ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കടുത്ത അതൃപ്തിയെ തുടർന്നാണ് ഇപ്പോൾ കെ സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നത്. വളരെ വൈകാരികമായൊരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അദ്ദേഹം ഇട്ടിരുന്നത്. കണ്ണൂരിനെ കുറിച്ച് അദ്ദേഹം വന്ന വഴികൾ മറ്റുള്ളവർ മറന്നാലും താൻ മറക്കില്ല എന്നുള്ള രീതിയിലൊക്കെ വളരെ വൈകാരികമായ രീതിയിലൊക്കെ ആയിരുന്നു അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഈ ഒരു അദ്ദേഹത്തെ അനുനയിപ്പിക്കാനൊരു ശ്രമമൊക്കെ നടത്തുന്നു എന്നൊരു വിവരം ലഭിക്കുന്നത്. സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. തിങ്കളാഴ്ച ഡൽഹിയിലെത്താനൊക്കെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും വളരെ വൈകാരികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അതൃപ്തിയുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തേക്ക് അറിയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും അതിലൊരു അനുനയ നീക്കമൊക്കെ ശ്രമിക്കുകയാണ്. എന്തായാലും തിങ്കളാഴ്ചയാണ് ഡൽഹിയിലെത്തുന്നത്. ഖാർഗെയുമായൊക്കെ സംസാരിക്കും, രാഹുൽ ഗാന്ധിയുമായും സംസാരിക്കും. ഇതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുക. എന്തായാലും എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അതൃപ്തിയിൽ തുടർന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് പാലോട് രവിക്കെതിരെ തിരുവനന്തപുരം വാമനപുരത്ത് പോസ്റ്റർ. ജനഗണമംഗള രവിയെ നമുക്ക് വേണ്ടെന്നും കടൽ കിഴവന്മാർ മാറി നിൽക്കണമെന്നുമാണ് പോസ്റ്ററുകളിൽ പറയുന്നത്. സേവ് കോൺഗ്രസ് വാമനപുരം എന്ന പേരിലാണ് വാമനപുരത്തെ ജംഗ്ഷനുകളിലും ബസ് സ്റ്റോപ്പിന്റെ ചുമരിലും പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. നേതൃത്വം വാമനപുരത്തെ കോൺഗ്രസിന്റെ ആരാച്ചാരാവരുതെന്നും ഇത്തവണയെങ്കിലും കോൺഗ്രസിന് ഒരു MLA വേണമെന്ന ആഗ്രഹമുണ്ടെന്നും പോസ്റ്ററുകളിൽ പറയുന്നു. യുവത്വം നയിക്കട്ടെ എന്നും പാലോട് രവി വീട്ടിലിരിക്കട്ടെ എന്നും പോസ്റ്ററിലുണ്ട്. യുവത്വം നയിച്ചാൽ വിജയം ഉറപ്പാണെന്നും പണത്തിനും ഭീഷണിക്കും മുന്നിൽ മുട്ടുമടക്കരുതെന്നും പോസ്റ്ററുകളിലുണ്ട്. നെടുമങ്ങാട് മണ്ഡലത്തിലാണ് നേരത്തെ പാലോട് രവി മത്സരിച്ചതും ജയിച്ചതും. ഇക്കുറി വാമനപുരം കേന്ദ്രീകരിച്ചാണ് പാലോട് രവി പ്രവർത്തിച്ചത്. ഇത് സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ടാണ് എന്ന സൂചനയ്ക്ക് പിന്നാലെയാണ് പോസ്റ്ററുകൾ വന്നത്. പാലോട് രവിക്ക് പുറമെ DCC വൈസ് പ്രസിഡന്റ് സുധീർ ഷാ പാലോടിനെയും വാമനപുരത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് എടുത്തതോടുകൂടി പലയിടങ്ങളിലും സ്ഥാനാർത്ഥി തർക്കങ്ങളും സീറ്റ് തർക്കങ്ങളും അതുപോലെ തന്നെ പോസ്റ്ററുകളുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവായ പാലോട് രവിക്കെതിരെയും തിരുവനന്തപുരം വാമനപുരത്ത് പോസ്റ്റർ വന്നിരിക്കുന്നു എന്നൊരു വിവരമാണ് ഈ നിമിഷങ്ങൾ ലഭ്യമാവുന്നത്. ജനഗണമംഗള രവിയെ നമുക്ക് വേണ്ട എന്നും കടൽ കിഴവന്മാർ മാറി നിൽക്കണമെന്നുമാണ് പോസ്റ്ററുകൾ പ്രധാനമായിട്ടും പറയുന്നത്. സേവ് കോൺഗ്രസ് വാമനപുരം എന്ന പേരിലൊക്കെയാണ് വാമനപുരത്തെ ജംഗ്ഷനുകളിലും ബസ് സ്റ്റോപ്പിന്റെ ചുമരിലും ഒക്കെ ഈ ഒരു പോസ്റ്ററുകൾ പതിഞ്ഞിരിക്കുന്നത്. എന്തായാലും നേതൃത്വം വാമനപുരത്തെ
കോൺഗ്രസിന്റെ ആരാച്ചവന്മാരാവരുതെന്നും ഇത്തവണയെങ്കിലും കോൺഗ്രസിന് ഒരു MLA വേണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഒക്കെ പോസ്റ്ററുകൾ പറയുന്നുണ്ട്. ഇത് യുവത്വം നയിക്കട്ടെ എന്നും പാലോട് രവി വീട്ടിലിരിക്കട്ടെ എന്നും പോസ്റ്ററുണ്ട്. പാലോട് രവി മത്സരിക്കുന്നതിൽ ഒരു എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു പോസ്റ്ററിലൂടെ. എന്തായാലും യുവത്വം നയിച്ചാൽ വിജയം ഉറപ്പാണെന്നും പണത്തിനും ഭീഷണിക്കും മുന്നിൽ മുട്ടുമടക്കരുത് എന്നൊക്കെയാണ് പോസ്റ്ററുകൾ പ്രധാനമായും പറയുന്നത്. നെടുമങ്ങാട് മണ്ഡലത്തിലാണ് നേരത്തെ പാലോട് രവി മത്സരിച്ചതും അവിടെ തന്നെ ജയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇക്കുറി വാമനപുരം കേന്ദ്രീകരിച്ചാണ് പാലോട് രവി പ്രവർത്തിച്ചത്. ഇത് സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ടാണ് എന്നൊരു സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ വന്നത്. വീണ്ടും പാലോട് രവി മത്സരിക്കുമോ എന്നൊരു വിവരത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. പാലോട് രവി മത്സരിക്കുന്നതിൽ എതിർപ്പാണ് ഈ ഒരു പോസ്റ്ററുകൾ കൂടെ വ്യക്തമാകുന്നത്. എന്തായാലും പാലോട് രവിക്ക് പുറമെ DCC വൈസ് പ്രസിഡന്റ് സുധീർ ഷാ പാലോടിനെയും വാമനപുരത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടിയാണ് ഇത്തരത്തിൽ പാലോട് രവിക്കെതിരെയും ഒരു പോസ്റ്റർ വന്നു എന്നൊരു വിവരം ലഭിക്കുന്നത്. ജനഗണമംഗള രവിയെ നമുക്ക് വേണ്ട എന്നും കടക്കിഴവന്മാർ മാറി നിൽക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ പോസ്റ്ററുകൾ പറയുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കോൺഗ്രസ് നേതാവ് പാലോട് രവിക്കെതിരെയും ഇപ്പോൾ പോസ്റ്റർ വന്നിരിക്കുന്നു. തിരുവനന്തപുരം വാമനപുരത്താണ് പോസ്റ്റർ വന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. ഈ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് പലയിടങ്ങളിലായിട്ട് പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട്. ജനഗണമംഗള രവിയെ നമുക്ക് വേണ്ട എന്നും കടൽ കിഴവന്മാർ മാറി നിൽക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. പോസ്റ്ററുകൾ പറയുന്നത് ഇത് സേവ് കോൺഗ്രസ് വാമനപുരം എന്ന പേരിലാണ്. ഇപ്പോൾ വാമനപുരത്തെ ജംഗ്ഷനുകളിലും ബസ് സ്റ്റോപ്പിന്റെ ചുമരിലും ഒക്കെ ഈ ഒരു പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട്. പാലോട് രവിക്കെതിരെയുള്ള ഒരു എതിർപ്പ്, പാലോട് രവി മത്സരിക്കുമെന്നൊരു സൂചന ലഭിച്ചതിന് പിന്നാലെ അദ്ദേഹത്തോടുള്ള ഒരു എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കതിൽ നിന്നൊക്കെ വ്യക്തമാക്കാം. എന്തായാലും നേതൃത്വം വാമനപുരത്തെ കോൺഗ്രസിന്റെ ആരാച്ചാവരാകരുതെന്നും ഇത്തവണയെങ്കിലും കോൺഗ്രസിന് ഒരു MLA എങ്കിലും വേണമെന്നൊരു ആഗ്രഹമുണ്ടെന്ന് പോസ്റ്ററുകൾ പറയുന്നുണ്ട്. എന്തായാലും യുവത്വം നയിക്കട്ടെ എന്നും പാലോട് രവി വീട്ടിലിരിക്കട്ടെ എന്നൊക്കെ പോസ്റ്ററിൽ ഈ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും യുവത്വം നയിച്ചാൽ വിജയം ഉറപ്പാണെന്നാണ് ഈ ഒരു പോസ്റ്ററിൽ കൂടി വ്യക്തമാകുന്നത്. എന്തായാലും പണത്തിനും ഭീഷണിക്കും മുന്നിൽ മുട്ടുമടക്കരുതെന്നും പോസ്റ്ററിൽ പറയുന്നുണ്ട്. നെടുമങ്ങാട് മണ്ഡലത്തിലാണ് നേരത്തെ പാലോട് രവി മത്സരിച്ചതും ജയിച്ചതും. എന്തായാലും ഇക്കുറിയും വാമനപുരം കേന്ദ്രീകരിച്ച് പാലോട് രവി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ടാണ് എന്നൊരു സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പാലോട് രവിക്ക് നേരെ വന്നിരിക്കുന്നത്. എന്തായാലും DCC വൈസ് പ്രസിഡന്റ് സുധീർ ഷാ പാലോടിനെയും ഒക്കെ വാമനപുരത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും പാലോട് രവിക്ക് നേരെയും ഇപ്പോൾ ഒരു പോസ്റ്ററുകൾ പതിഞ്ഞിരിക്കുകയാണ്. പാചകവാതക ക്ഷാമത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ജനങ്ങൾക്ക് പാചകവാതകം ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും കേന്ദ്രം പൂർണ്ണമായും പുറകോട്ടുപോയി. യുദ്ധത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി നേരിടുന്നതിന് കേന്ദ്രം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല. യുദ്ധത്തിൽ അമേരിക്കയെയും ഇസ്രയേലിനെയും പിന്തുണയ്ക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരെന്നും ലോകത്തിലെ എണ്ണ ഖനന കേന്ദ്രങ്ങളെല്ലാം അമേരിക്കയ്ക്ക് കീഴിൽ കൊണ്ടുവരികയാണെന്നുമാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പാചകവാതകം ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുന്നു. കുടിവെള്ളം പൈപ്പ് ലൈനിൽ കിട്ടുന്നത് പോലെ കേരളത്തിൽ പാചകവാതകം പൈപ്പ് ലൈൻ വഴി വിതരണം ചെയ്യാനാവശ്യമായ നിലപാടുകൾ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുമ്പോഴാണ് ഇവിടെ കടുത്ത ക്ഷാമം സൃഷ്ടിക്കുന്ന അതിന് സഹായകരമായ നിലപാട് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഈ നീക്കം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഈ നാടാകെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ജനവിരുദ്ധ നടപടിക്കെതിരായി ജനങ്ങൾക്ക് പാചകവാതകം എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റാതെ അമേരിക്കയുടെ വേട്ടയാടലിന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് ഉത്തരവാദിത്വമുണ്ട്.
ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമായ പാചകവാതകം എത്തിച്ചു കൊടുക്കുന്നതിന്, അവർ പാചകവാതക വിതരണം നിർലോഭം നടത്തുന്നതിന് അതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് ചുമതലയുണ്ട്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിലവിലുള്ള അന്വേഷണത്തിൽ ഇടപെടാനില്ലെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചപ്പോഴാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും വ്യക്തമാക്കിയ കോടതി ഹർജി ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നതെന്നും ഉന്നത നിലവാരമുള്ള ലാബുകളിലാണ് പരിശോധനകൾ നടക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ വിചാരണ കോടതി എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് അന്വേഷണത്തിൽ ഇടപെടാനാകില്ല. നിലവിലെ അന്വേഷണം കോടതി മേൽനോട്ടത്തിലാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിനെ കുറിച്ചുള്ള പൊതുധാരണകളല്ല കോടതിയുടെ പരിഗണനയിലുള്ളതെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ നിലവിലുള്ള അന്വേഷണത്തിൽ ഇടപെടാനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചപ്പോഴാണ് ഇപ്പോൾ കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കേസിൽ ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണെന്നും കോടതി ഹർജി ഒരാഴ്ചത്തേക്ക് വ്യക്തമാക്കിയിട്ടാണ് കോടതി ഹർജി ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. എന്തായാലും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നതെന്നും ഉന്നത നിലവാരമുള്ള ലാബുകളിലാണ് പരിശോധനകൾ നടക്കുന്നതുമെന്നൊക്കെയാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ വിചാരണ കോടതി എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് അന്വേഷണത്തിൽ ഇടപെടാനാകില്ല. നിലവിലെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കേസിനെ കുറിച്ചുള്ള പൊതുധാരണകളല്ല കോടതിയുടെ പരിഗണന ഉള്ളത് എന്നാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ചും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. എന്തായാലും യഥാർത്ഥ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട്. അത് ഉന്നത നിലവാരമുള്ള ലാബുകളിലൊക്കെയാണ് ഈ ഒരു സ്വർണം പരിശോധിക്കുന്നത്. ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നതൊക്കെ കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതികളുടെ ജാമ്യം പരിഗണിച്ച കോടതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നതുകൊണ്ട് അന്വേഷണത്തിൽ ഇടപെടാൻ ആകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി. എന്തായാലും പൊതുധാരണകളല്ല കോടതിയുടെ പരിഗണനയിലുള്ളത് എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് കോടതിയുടെ ലക്ഷ്യമെന്നാണ് കോടതി എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നിലവിലുള്ള അന്വേഷണത്തിൽ ഇടപെടാനില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഈ ഒരു കേസിൽ CBIയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി പരിഗണിച്ചപ്പോഴാണ് ഇപ്പോൾ കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളൊക്കെ കാത്തിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർജി ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നതെന്നും ഉന്നത നിലവാരമുള്ള ലാബുകളിലാണ് പരിശോധനകൾ നടക്കുന്നതെന്നുമൊക്കെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.